കുറേ ആൾക്കാരില്ല എനിക്ക് വീഡിയോസ് അയച്ചു തരുന്നു കുറേ ദീനീപരമായിട്ടുള്ള സംഭവം എനിക്കറിയില്ല. ഞാൻ ഇന്ന് അങ്ങനത്തെ ഡിസ്കസ് ഒന്നും ചെയ്തിട്ടില്ല. അത് ഞാൻ ഓണത്തിന്റെ പ്രമാണിച്ചിട്ട് പൊളിറ്റിക്സ് ആയ സംഭവങ്ങൾ അങ്ങനെ ആ ഒരു ലെവലിലായിട്ട് പറഞ്ഞതല്ലാതെ ഞാൻ ദീനീപരമായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടാണ്. അപ്പൊ എനിക്ക് കുറേ ആൾക്കാർ അയക്കുന്നത് അയച്ച ഒരു വീഡിയോ ഒന്ന് സിമ്പിൾ ഇങ്ങനത്തെ കുറേ അയച്ചിന് കുറേ ആൾക്കാർ അയക്കുന്നു. ഒന്ന് നിങ്ങൾ കണ്ടോളൂ. ഇതുപോലത്തെ ഇല്ലേ ഈ ദീനി സംഭവം നമുക്ക് പറയാൻ അറിയില്ല. പക്ഷെ അത് പണ്ഡിതന്മാര് പിന്നെ ഉസ്താക്കന്മാരെല്ലാം പറയും. ഓക്കെ, ആ പറഞ്ഞ സംഘികൾ എതിർത്തെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതുപോലത്തെ കുറെ സംഭവങ്ങളില്ലേ നടക്കുന്നു. പിന്നെ ഷൂസ് കാള് കൊണ്ട് പള്ളിക്ക് കയറി അങ്ങനത്തെ കുറെ വീഡിയോസിലാക്കി നിൽക്കുന്നു. ഇടക്കേക്കണ്ട. ഓക്കെ, ഇടക്കങ്ങനത്തെ ദീനീപരമായിട്ടുള്ള സംഭവം ആക്കണ്ട. ഓക്കെ, സംഘികളെ പറയുന്ന പറഞ്ഞെങ്കിൽ മുസ്ലിം സമുദായത്തിന് എതിർക്കും എതിർക്കുന്നല്ലാതെ ഇക്കാര്യത്തിനുള്ള ഉസ്താക്കന്മാർ മറുപടി പറയും. പിന്നില്ലേ എല്ലാവരുടെ നാട്ടിലുണ്ട് കുറച്ച് ആൾക്കാർ എങ്ങനെ ഈ വലിയവന് ചെറിയവന് പണക്കാരന് പാവപ്പെട്ടവന് തറവാട്ടുകാരന് ഇങ്ങനത്തെ എല്ലാം ഇതാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതെല്ലാം കുറെ കാറ്റഗറി നോക്കിയിട്ട് ഇതാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇങ്ങനത്തെ എല്ലാം ഉണ്ട്. എന്റെ നാട്ടിലും കുറച്ച് ആൾക്കാരുണ്ട്, ഒരു 5-10 ആൾക്കാർ. ഓരോ പൊളിറ്റിക്സ് പവർ, മസിൽ പവർ, മണി പവർ ഇതെല്ലാം കൊണ്ടില്ല ഒരു ഭയങ്കര എല്ലാവരും ഇല്ല ഭയങ്കര ഭൂഷണ ചെയ്യുന്നു. അത് ചെയ്യുമ്പോൾ ആരും മിണ്ടുന്നില്ല. അത് നാട്ടുകാരായെങ്കിലും അവർ ചില ആൾക്കാർ പള്ളി കമ്മിറ്റിയിലുണ്ടാകുന്നു, ചില ആൾക്കാർ ചില മേഖലയിലുണ്ടാകുന്നു, പൈസ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇങ്ങനത്തെ കുറേ ആൾക്കാർ എല്ലാ നാട്ടിലുണ്ടെന്ന് കാണുന്നു. ഞങ്ങളുടെ നാട്ടിൽ പ്രത്യേകിച്ച് കുറച്ച് ആൾക്കാരുണ്ട്. അവർ ഭയങ്കര ക്വസ്റ്റൻ. എന്നറിയോ, ഒരു കബർ എങ്ങനെ എവിടെ വെക്കണം എവിടെ വെക്കേണ്ട തീരുമാനിക്കുന്നത് എല്ലാം ഓരോ തീരുമാനങ്ങൾ അവർ തീരുമാനിക്കും. അവർ നാട്ടിലുള്ള ആൾക്കാരില്ല നല്ലവണ്ണം പ്രവർത്തിക്കുന്ന ആൾക്കാരില്ലേ എതിർക്കും. ചിലപ്പോൾ പൊളിറ്റിക്സിന് എതിരായിട്ടുണ്ടാവും, ചിലപ്പോൾ നല്ലവണ്ണം പ്രവർത്തിക്കുന്നുണ്ടാവും, അവർക്കെതിരിക്കും, എതിരായിട്ട് നിൽക്കും. അങ്ങനത്തെ പല കാര്യത്തിലും ഇല്ലേ അവർക്കെതിരായിട്ട് നിന്നെങ്കിലേ അവരില്ലേ പരസ്യമായിട്ടില്ലേ നമ്മളെ ഇല്ലായ്മാക്കിയിട്ട് വരും. സത്യമായിട്ടും അവർക്ക് തന്ത്രം കുതന്ത്രം രാഷ്ട്രീയ തന്ത്രം എല്ലാം അറിയും. എന്നിട്ട് അടിച്ചമർത്തപ്പെട്ടിട്ട് ഓരെന്നെ ഭരണം കൈയാകും. അത് നാട്ടിലായെങ്കിലും പള്ളിയിലായെങ്കിലും അവർ എല്ലായിടത്തും കയറി പറ്റും. അവർക്ക് ചിലപ്പോൾ രാഷ്ട്രീയ പവർ, രാഷ്ട്രീയ മസിൽ പവർ, പിന്നെ മണി പവറിലുള്ള കുറെ ആൾക്കാരുണ്ട്. എല്ലാ നാട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ നാട്ടിൽ പ്രത്യേകിച്ച് ഞാൻ എടുത്തിട്ട് പറയും ഈ വീഡിയോയിലും ഒരു സാമ്പിൾ ട്രെയിലർ മാത്രം. ഫുള്ള് ഡീറ്റെയിൽ എടുക്കുവാണെങ്കിൽ കമന്റ് കാര്യങ്ങളും അത് ഇതെല്ലാം വിമർശനങ്ങൾ എനിക്ക് വന്നെങ്കിൽ ഞാൻ പറയും. ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. അവരെല്ലാം നമ്മൾ തിരിച്ചറിയണം. ഓരോ എന്തെല്ലാം ചെയ്തിനി, എന്തെല്ലാം ആക്കിനി, എന്തെല്ലാം ആക്കുന്ന, എന്തെല്ലാം ആക്കാൻ പോകുന്ന തരത്തില്ലേ നമുക്ക് നന്നായിട്ട് അറിയും. ചിലപ്പോൾ ആചാരായിട്ടിരിക്കും, ചിലപ്പോൾ വലിയ ഇതായിട്ടിരിക്കും. മൊത്തം ചമയുന്ന ആൾക്കാരെല്ലാം കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ പേര് ഓരോ നാട്ടുകാരില്ലേ ഓരോ മുന്നിൽ സുജു ഊതമ്പുറ ഊമ്പ്ര അങ്ങനെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എന്നിട്ട് പേടി ഭയം. പക്ഷെ പറയുമ്പോ അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. നമുക്ക് രാഷ്ട്രീയ പവറില്ല, പിന്നെ അതില്ല, പിന്നെ പൈസ ഇല്ല, അതില്ല, മുണ്ടാൻ പേടി എല്ലാവരും. അങ്ങനത്തെ കുറെ ഇല്ലേ അടിച്ചമർത്തപ്പെട്ടിട്ട് നമ്മളിരിക്കുന്നു. അതിനെതിരായിട്ടില്ലേ നമ്മൾ ശ്രദ്ധിക്കും. ഓരോ നാട്ടിൽ അവർ ഇപ്പൊ എന്റെ രാഷ്ട്രീയം കണക്കുണ്ട്, ഒരാൾക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. നല്ലത് ആര് ചെയ്യുന്നു അവരൊപ്പം നിൽക്കണം. പക്ഷെ പൊളിറ്റിക്സിനും രാഷ്ട്രീയത്തിനും തറവാടിത്തത്തിനും പിന്നെ പേരിനും പ്രശസ്തിക്കും വേണ്ടി ആര് ചെയ്യുന്നു അവർക്കെതിരായിട്ട് നിൽക്കണം. വട്ടിക്ക് പൈസ കൊടുത്തിട്ടില്ലേ, വട്ടിക്ക് പൈസ പരസ്യമായിട്ട് കൊടുത്തിട്ട് പള്ളി കമ്മിറ്റിയുള്ള ആൾക്കാരെ പേരെടുക്കണം, എനിക്കറിയും, അഡ്രസ് എടുക്കണം. ഞാൻ വേണ്ടി വന്നാൽ തെളിയിക്കപ്പെടും. നല്ലത് ആര് ചെയ്യുന്ന അവരൊപ്പം നിൽക്കണം. പക്ഷെ നല്ലത് ആര് ചെയ്യുന്ന ഇക്കാലത്ത് അവർക്ക് എതിരായിട്ട് നിൽക്കുന്ന പല ആൾക്കാരും ഇന്നും ഈ സമൂഹത്തിലുണ്ട്. പല ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അതാണ് സംഭവം. ദീനീപരമായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. കുറെ വീഡിയോസ് പിന്നെ കുറെ കാര്യങ്ങൾ എനിക്ക് അയച്ചിരുന്നു. അങ്ങനത്തെ വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അയച്ചിരണ്ട. സ്നേഹം മാത്രം, സ്നേഹം പറക്കാൻ.